നമസ്കാരം. നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ക്രൂരമായ വിനോദം ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ അനുവാദമില്ലാതെ പകർത്തിയാൽ തടവും പിഴയും ലഭിക്കുന്ന ശിക്ഷയാണെങ്കിലും അത് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നത് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അത്തരത്തിലൊരു വാർത്തയാണ് മഞ്ചേശ്വരത്ത് നിന്ന് പുറത്തു വരുന്നത്. മഞ്ചേശ്വരത്ത് യുവതിയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ മുഖ്യപ്രതി ഒടുവിൽ വലയിലായിരിക്കുകയാണ്. അറസ്റ്റ് തടയാൻ ശ്രമിക്കുന്നതിനിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈവിരൽ ഒടിച്ച് ഒളിവിൽ പോയ ഹൊസ്ബെട്ട് സ്വദേശി മൊയിനുദ്ദീൻ സമയെയാണ് മഞ്ചേശ്വരം പോലീസ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെ മംഗളൂരു കല്ലാപ്പു പച്ചക്കറി മാർക്കറ്റിൽ വെച്ച് അതിസാഹസികമായിട്ടാണ് പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. കഴിഞ്ഞ ജനുവരി 14 ഉച്ചയ്ക്ക് 12 മണിയോടെ ഹൊസങ്കടയിലാണ് കേസിനാസ്പദമായി നടക്കുന്ന സംഭവം. ഉള്ളാൽ താലൂക്കിലെ കൈരംഗള സ്വദേശിയായ മുഹമ്മദ് ഹനീഫും ദക്ഷിണ കന്നഡ സ്വദേശിയായ 30-കാരിയും കഴിഞ്ഞ മുറിയിലേക്ക് ഇയാളുടെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമിച്ചു കയറുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും ക്രൂരമായി മർദ്ദിക്കുകയും നിർബന്ധിച്ച് ഒപ്പമിരുത്തി നഗ്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പകർത്തിയ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാതിരിക്കാൻ പ്രതികൾ 2 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഭീഷണിക്ക് വഴങ്ങാത്തതിനെ തുടർന്ന് ഇരുവരുടെയും പക്കൽ നിന്ന് 5000 രൂപയും മൊബൈൽ ഫോണും കവർന്ന സംഘം സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. കേസിലെ മറ്റു പ്രതികളായ മഞ്ചേശ്വരം സ്വദേശി ഹാരിസ്, TK മുഹമ്മദ് ഫൈസർ എന്നിവരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മുഖ്യപ്രതിയായ മൊയിനുദ്ദീൻ സമാനെ പിടികൂടിയ മംഗളൂരുവിലെത്തിയ പോലീസ് സംഘത്തിന് നേരെ ഇയാൾ അക്രമാസക്തനാകുകയായിരുന്നു. കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ കൈവിരൽ ബലം പ്രയോഗിച്ച് ഇയാൾ ഒടിക്കുകയും ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി രക്ഷപ്പെടുകയും ചെയ്തത്. പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഇയാൾക്കെതിരെ വധശ്രമത്തിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പ്രത്യേകം കേസെടുത്തിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതി മംഗളൂരുവിലെ പച്ചക്കറി മാർക്കറ്റിൽ എത്തിയെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മഞ്ചേശ്വരം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പുലർച്ചെ തന്നെ മാർക്കറ്റ് വളയുകയായിരുന്നു. രക്ഷപ്പെടാൻ വീണ്ടും ശ്രമിച്ചെങ്കിലും ഇത്തവണ പോലീസ് സംഘം ഇയാളെ ബലം പ്രയോഗിച്ച് കീഴടക്കുകയായിരുന്നു. നഗ്നദൃശ്യങ്ങൾ പകർത്തിയുള്ള ഭീഷണി, മോഷണം, വധശ്രമം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മഞ്ചേശ്വരം മേഖലയിലെ ഗുണ്ട ലഹരി സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സമാനമായ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും പുറത്തു വന്നത്. ഹണി ട്രാപ്പിൽ കുടുങ്ങി ഭിന്നശേഷിക്കാരനായ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് പണം തട്ടാൻ ശ്രമിച്ചതായിരുന്നു ആ സംഭവം. കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി സഫ്നെ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങളെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു യുവാവിനെ മർദ്ദിച്ചത്. സംഭവ ദിവസം വൈകുന്നേരം ഒരുമിച്ച് പുറത്തു പോകാമെന്ന് പറഞ്ഞായിരുന്നു സഫ്ന ഭിന്നശേഷിക്കാരനായ യുവാവിനെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഇവർ കുറച്ചു കാലമായി തന്നെ സൗഹൃദത്തിലായിരുന്നു. വൈകുന്നേരം 6:30യോടെ യുവാവ് ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ ശുചിമുറിയിൽ ഒളിച്ചിരുന്ന 2 പേരും പുറത്തു നിന്നെത്തിയ മറ്റു 2 പേരും ചേർന്ന് മാരകായുധങ്ങളുമായി ഇയാളെ ആക്രമിക്കുകയായിരുന്നു. യുവാവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കുകയും സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം. എന്നാൽ യുവാവ് ഇതിന് വിസമ്മതിച്ചതോടെ പ്രതികൾ മാറി മാറി മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. സംഘത്തിലെ ഒരാൾ ടോർച്ച് ഉപയോഗിച്ച് യുവാവിന്റെ വലത് കൈപ്പത്തിയിൽ അടിക്കുകയും ചെയ്തു. തലയ്ക്ക് അടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇടത് കൈകൊണ്ട് യുവാവ് തടഞ്ഞു. ഇതിനിടയിൽ യുവാവിന്റെ നഗ്ന ചിത്രങ്ങൾ പ്രതികൾ പകർത്തുകയും ചെയ്തു. ഇത് വെച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു പിന്നീടുള്ള പ്രതികളുടെ ലക്ഷ്യം. എന്നാൽ യുവാവ് തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. തുടർന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത്.